ഹലോ, പച്ചക്കറികൾ വെച്ചിട്ട് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? പൊതുവെ കുട്ടികൾക്കൊക്കെ പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കുമല്ലേ? അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു നോക്കി. ഞാനിവിടെ സേമിയയും അതേപോലെ തന്നെ റവയും കമ്പൈൻ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് സേമിയ റവയും വറുത്ത് ഇതേപോലെ മാറ്റി വയ്ക്കാം. പാൻ വെച്ചതിന് ശേഷം ഓയിൽ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാം. അതിനുശേഷം പച്ചമുളക്, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമ്മൾ സവാള ആഡ് ചെയ്യാം. സവാള ഒന്ന് ബ്രൗൺ കളർ ആവണം കേട്ടോ. ഞാനിവിടെ പച്ചക്കറിയായിട്ട് എടുത്തിട്ടുള്ളത് ബീൻസ്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ തക്കാളി ആഡ് ചെയ്യാൻ മറക്കരുത്. തക്കാളിയുടെ ഒരു പുളിപ്പ് വരുമ്പോൾ തന്നെ ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ സേമിയ ആഡ് ചെയ്യും. കാരണം സേമിയ ഒന്ന് വെന്ത് വരട്ടെ. അതിനായിട്ട് സേമിയ ആഡ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ലോണം തിളപ്പിക്കണം കേട്ടോ. അതിന് ശേഷം നമ്മളിതാ കുറേശ്ശായിട്ട് റവ ഇട്ട് ഇതേപോലെ ഇളക്കി മാറ്റി വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒഴിക്കുന്നത് നെയ്യാണ് കേട്ടോ. നെയ്യുടെ ഒരു വാസന വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ടാറ്റാ.